ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഓറഞ്ച് ചിക്കൻ മസാലയാണ് തയ്യാറാക്കുന്നത്. ഇതൊരു ചൈനീസ് ഡിഷാണ്. പക്ഷെ ഞാനിവിടെ തയ്യാറാക്കുന്നത് കേരളത്തിന്റെ മസാലകൾ കൊണ്ട് കേരളത്തിന്റെ സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് ആദ്യം വേണ്ടത് 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളയുക. അതിനുശേഷം ഇത് ജ്യൂസാക്കി ഇതേ രീതിയിൽ ഒന്ന് എടുക്കുക. ഇങ്ങനെ ജ്യൂസാക്കി എടുത്ത ഓറഞ്ച് അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പോടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഓറഞ്ച് ജ്യൂസിനകത്ത് ഉപ്പെല്ലാം നല്ലതുപോലെ മിക്സായി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഓറഞ്ച് ജ്യൂസിനകത്ത് ഉപ്പെല്ലാം നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ നിങ്ങൾ എടുക്കുമ്പോൾ അല്പം വലിപ്പത്തോടുകൂടി വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കാരണവശാലും ഇത് തയ്യാറാക്കാൻ ശ്രമിക്കരുത്. ചിക്കന്റെ കഷ്ണങ്ങളെല്ലാം ഓറഞ്ച് ജ്യൂസിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക. അതിൽ അല്പം സമയം കൂടുതൽ എടുത്താലും അത് വളരെയേറെ നല്ലതാണ്. കാരണം നമ്മുടെ ചിക്കന് അത്രത്തോളം രുചികരമായ ഒരു രീതിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മറ്റുള്ള മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കുക. അതിനാദ്യം വേണ്ടത് ക്യാപ്സിക്കമാണ് വേണ്ടത്. ഞാനിവിടെ 1 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തു എന്ന് കരുതി നിങ്ങൾ അതേ രീതിയിൽ കട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നീളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് അതുപോലെ ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം പിന്നീട് വേണ്ടത് തക്കാളിയാണ് വേണ്ടത്. ഇവിടെ തക്കാളി നമ്മൾ അധികം എടുക്കുന്നില്ല. വളരെ ചെറിയ 2 തക്കാളി മാത്രമേ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. തക്കാളി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നീട് പച്ചമുളകാണ് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാനൊരു എരിവ് വളരെ കുറവുള്ള 5 പച്ചമുളകാണ് എടുത്ത് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ച് ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് സവോളയാണ് കട്ട് ചെയ്യേണ്ടത്. സവോളയും വളരെ ചെറിയ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് ഒന്ന് എടുക്കുക. അപ്പൊ ആദ്യം സവോള നേരത്തെ ഉള്ള മസാലയോടെ കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ എണ്ണ എന്ന് പറയുമ്പം വെളിച്ചെണ്ണ ഒരു കാരണവശാലും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. സസ്യ എണ്ണ ആയിരിക്കണം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പച്ചമുളക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകിന്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പച്ച ചുവയ്ക്കൊന്ന് മാറി ഇതൊരു നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നേരത്തെ നമ്മൾ വളരെ കനം കുറച്ച് അരിഞ്ഞ സവോളയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. സവോളയുടെ പച്ച ചുവയ്ക്കൊന്ന് മാറി ഇതൊന്ന് നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ സവോളയുടെ ആ ഒരു നിറത്തിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊന്ന് വാടി ഒരു നേരിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തക്കാളിയുടെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറി, അതായത് ആ തക്കാളി ഒന്ന് വെന്ത് മസാലയ്ക്കകത്തെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ സ്വല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നേരത്തെ നമ്മൾ ആ ഉപ്പ് ചേർത്താണ് ചിക്കൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മസാലയ്ക്കകത്ത് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഉപ്പോട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഉപ്പെല്ലാം നല്ലതുപോലെ മസാലയ്ക്കകത്ത് ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിനുശേഷം പിന്നീട് ഇനിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടി മസാലയായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം എരിവ് കൂടിയ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ഓറഞ്ച് ചിക്കൻ മസാലയുടെ ഏറ്റവും മെയിൻ രുചി എന്ന് പറയുന്നത് അല്പം പുളിയും മധുരവും കുറച്ച് എരിവും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ടേസ്റ്റാണ് ഇതിന് നമുക്ക് കിട്ടേണ്ടത്. ഇനി നല്ലതുപോലെ എല്ലാം പൊടി മസാല ഇട്ട് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കസൂരി മേത്തി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക.
ഒരുപാട് കസൂരി മേത്തി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് അളവിന്റെ അനുസരിച്ച് വേണം കസൂരി മേത്തി ചേർത്ത് കൊടുക്കേണ്ടത്. കസൂരി മേത്തിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കസൂരി മേത്തിയുടെ ആ ഒരു മണവും അതിന്റെ ഒരു രുചിയെല്ലാം മസാലയ്ക്കകത്തൊന്ന് മിക്സ് ആയി വന്നു കഴിയുമ്പോൾ ഇനി ഇതിനകത്തേക്ക് ചിക്കന്റെ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് ഓറഞ്ച് നീരിനകത്ത് 1 മണിക്കൂർ സമയം ഞാൻ ഇത് വെച്ചിരുന്നതാണ്. അതിനുശേഷമാണ് ഈ ചിക്കൻ ഈ മസാലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ ഏറ്റവും കുറവ് വെച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ഓറഞ്ച് നീരിനകത്ത് ചിക്കൻ വെച്ചു കൊടുത്താലും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് മാത്രമാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മസാലയെല്ലാം ചിക്കന്റെ പുറത്ത് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. 2-3 മിനിറ്റ് സമയം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചിക്കനും അതുപോലെ മസാലയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇനിയും പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഒഴിച്ചു കൊടുക്കുന്ന ഓറഞ്ച് ജ്യൂസിനകത്ത് വേണം ഈ ഒരു കറി തയ്യാറായി എടുക്കേണ്ടത്. ഓറഞ്ച് ജ്യൂസോടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് ഇത് അടച്ച് ഒരു 15 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇതെല്ലാം ഒന്ന് വെന്ത് ആ കറി എല്ലാം ഒന്ന് തിളച്ച് വരുന്നതിന് വേണ്ടിയാണ് 15 മിനിറ്റ് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങളിത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു രുചി തന്നെയാണ് ഈ ഒരു ഓറഞ്ച് ചിക്കൻ മസാലയ്ക്കുള്ളത്. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി ഇതിന്റെ മൂടി ഒന്ന് തുറന്ന് നമുക്കൊന്ന് നോക്കാം. കറിയെല്ലാം നല്ലപോലെ തിളച്ച് ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കേരളത്തിൽ നിങ്ങൾ പൊതുവെ ഇത്ര ഒരു ചിക്കൻ കറി യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതേ രീതിയിൽ ഓറഞ്ച് ചിക്കൻ കൊണ്ടുള്ള പല ഐറ്റംസും തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ അപൂർവമായിട്ട് ഇനി ഒരു പക്ഷെ കാണുമായിരിക്കും, ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കും. ഇനി ഇതിനകത്തേക്ക് വീണ്ടും അല്പം കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി അധിക സമയം നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ആ സമയത്ത് നമുക്കിത് സ്റ്റൗവിൽ നിന്നും ഇറക്കി നമുക്കൊരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഏകദേശം നമ്മുടെ ഓറഞ്ച് ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഈ കറിക്ക് അധികം ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അല്പം കൂടെ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം. പക്ഷെ അല്പം ചാറോടുകൂടി തന്നെ വേണം ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയും. അതുപോലെ തന്നെ നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിന്റെ കൂടെയും ഏത് ആഹാരത്തിന്റെ കൂടെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ്